ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിത് കാണാനായിട്ട് പോകുന്നത് എൻ്റെ പുതിയ ഹെയർ കെയർ റുട്ടീൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഞാൻ കഴിഞ്ഞ തവണ പുതുതായിട്ട് ഹെയർ കെയർ റുട്ടീനിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് മെൻഷൻ ചെയ്ത് പോവാണ് ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി ഇന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് എത്ര എഫക്റ്റീവ് ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഡെർമാറോളർ മാത്രമാണ് കഴിഞ്ഞ വട്ടം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഓരോ റുട്ടീനും എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കേട്ടോ. പിന്നെ തമിഴിൽ കണ്ടില്ല, അതുപോലെയായിരുന്നു ആദ്യം എൻ്റെ ഹെയർ ഇരുന്നിരുന്നത്. പിന്നെ പതിയെ ഹെയർ ലോസൊക്കെ വന്നു തുടങ്ങി, ഡാൻഡ്രഫ് വന്നു, അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു, കുറേ ഹെയർ പോയി. പിന്നെ നമുക്ക് ആ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ വൈറൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട്, വൈറൽ ഫീവർ വന്നിട്ട്, ആ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെ വൈറൽ ഫീവർ സംഭവങ്ങളൊക്കെ വന്നിട്ട് കുറേ ഹെയർ ലോസായിട്ടോ. ഇപ്പോൾ ഹെയർ ഇതേ കട്ട് ചെയ്തിട്ടുണ്ട്, ലെയർ കട്ടൊക്കെ ചെയ്തു. ഞാനിതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ, ഈ ഒരു ലെയർ കട്ടിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് നമ്മൾ ഒരു എസെൻഷ്യൽ ഓയിൽ ഹെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് റോസ്മേരി ഓയിലാണ് കേട്ടോ. സോൾഫ്ലവറിൻ്റെ റോസ്മേരി ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് ലീവ്സോ എന്ത് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് വന്നിട്ട് സ്പ്രേയിങ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് കേട്ടോ. ഹെയറിലോട്ട് സ്കാൽപ്പിലോട്ട് സ്പ്രേ ചെയ്യലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ കണ്ടെത്തി. ഒരു പാക്ക് പോലെ നമ്മൾ യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എഗ് വൈറ്റും സോൾഫ്ലവറിൻ്റെ ഈ ഒരു എസെൻഷ്യൽ ഓയിലോ കുറച്ച് ഡ്രോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് 1 hour സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. വീക്കിലി നമുക്ക് 2 വട്ടോ 3 വട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ ഭയങ്കര എഫക്റ്റീവ്. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് കേട്ടോ. ഇത് സോൾഫ്ലവറിൻ്റെ റോസ്മേരി ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിന് വേണ്ടത്ര, അതായത് ഞാനിപ്പോൾ ഒരു 7 ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം വളരെ കുറവായിരുന്നു, കുറച്ചെടുക്കുന്നുള്ളൂ. പക്ഷേ ഒരു 7 ഡ്രോപ്സ് 6 ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എഫക്റ്റ് കണ്ടു വരുന്നുണ്ട് കേട്ടോ ഹെയറിൽ. അപ്പോൾ നമ്മളിത് എഗ് വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ കോളേജിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് ഹെയറൊക്കെ വാഷ് ചെയ്യാറുള്ളത്. പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോളേജിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരു കോലാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹെയറിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ വീഡിയോ എടുക്കണേലും മുന്നേ ഞാൻ വിചാരിച്ചു, പാക്ക് ഇടുന്നതിന് മുന്നേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 hour അങ്ങനെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോർമൽ വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സ്മെല്ല്, എഗ്ഗിൻ്റെ സ്മെല്ല്. എഗ് വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണം. മൊത്തം എഗ്ഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് ഹെയർ ഡ്രൈ ആക്കും. അതുകൊണ്ട് എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യണം. പിന്നെ റോസ്മേരിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ലാണ്. ഈ ഒരു റോസ്മേരി ഓയിൽ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാക്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എഗ് വൈറ്റിൻ്റെ സ്മെല്ലെല്ലാം മുന്നിൽ നിൽക്കാം. ഈ ഒരു റോസ്മേരിയുടെ സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പൊട്ട ഒരു മണം അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലൊന്നും സ്കാൽപ്പിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഷാമ്പൂ വെച്ച് വാഷ് ചെയ്യണം, സ്മെല്ല് ഉണ്ടാകും എന്നൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചൊരു ഷാമ്പൂ ആണ് ഇത്. ഫോക്കസ് പോയി. ഇത് വന്നിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇതായിരുന്നു ബെയർ അനാട്ടമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് കേട്ടോ. ഇത് ഭയങ്കര മൈൽഡാണ്. നമ്മുടെ ഈ എഗ് വൈറ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് പതയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പാക്ക് ഇടുമ്പോൾ ഞാൻ ഇടയ്ക്ക് എഗ് വൈറ്റ് അല്ലാണ്ട് മൊത്തം എഗ്ഗ് എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യും. മൊത്തം എഗ്ഗ് എടുത്താലും വല്ലാണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. റോസ്മേരിയുടെ ആ ഒരു ശരിക്കും എസെൻഷ്യൽ ഓയിൽസിന് ഭയങ്കര സ്മെല്ലുണ്ടാവില്ലേ, ഒരു നല്ലൊരു സ്മെല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് പലരും ഷാമ്പൂ, മൈൽഡ് ഷാമ്പൂ, ഏത് ഷാമ്പൂ ആണെങ്കിലും കയ്യിലോട്ട് നേരെ എടുത്ത് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്ത് നല്ല രീതിക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഷാമ്പൂ വെച്ച് വാഷ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു പ്രൊഡക്റ്റാണ് സെലേനിയത്തിൻ്റെ സൾഫൈഡ് ടോപ്പിക്കൽ സസ്പെൻഷൻ. ഈ ഒരു സെൽസൺ ഷാമ്പൂ ഇത് ഡ്രൈ സ്കാൽപ്പിനുള്ളതുണ്ട്, നോർമൽ സ്കാൽപ്പിനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഡ്രൈ സ്കാൽപ്പിന് വേണ്ടി പ്രത്യേകം ഉള്ളതുണ്ട്, അത് വാങ്ങി യൂസ് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷാമ്പൂ, ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതൊരു മെഡിക്കേറ്റഡ് ഷാമ്പൂ ആണ്. നമുക്ക് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ നല്ലപോലെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 3 വട്ടമൊക്കെ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യാം, ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ. അല്ലെങ്കിൽ വീക്കിലി ട്വൈസ് ആയിട്ട് ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് അന്ന് തന്നെ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യേണ്ട. പാക്കൊക്കെ ഇട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷാമ്പൂ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നല്ല രീതിക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഏത് ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മെഡിക്കേറ്റഡ് ഷാമ്പൂ ആണെങ്കിൽ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കഴിച്ചിരുന്നത് ഇപ്പോൾ കുറേ പുതിയ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് സംഭവങ്ങൾ. വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാം കേട്ടോ. വഴിയെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കാണിക്കാം. പിന്നെ നമ്മൾ വാങ്ങിയ ഒരു ഐറ്റാണ് ഡെർമാറോളർ. അത് 0.5
വരുന്ന നീഡിലും 1.5 mm നീഡിലുള്ളത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിന് യൂസ് ചെയ്യാൻ, ഫേസിന് സ്കാൽപ്പിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് 0.5 mm നീഡിൽ യൂസ് ചെയ്യാം. ഇത് 1.5 mm ഇത് 0.5 mm ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ 2 നീഡിൽ 0.5 1.5 എൻ്റെ കയ്യിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഒരു വട്ടം യൂസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ അത് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ പോരാന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. സ്കാൽപ്പിൽ വലിയ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് വാട്ടറിൽ വെച്ചിട്ട് ഒരു വാം വാട്ടറിൽ ഇത് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെറ്റോളൊന്നും യൂസ് ചെയ്തിരുന്നാൽ പറയുന്നത് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് ഒരാൾ യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് നിങ്ങളിത് കൊടുക്കരുത്. ഒരാൾ യൂസ് ചെയ്യുന്നത് അയാൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ ഇൻസിഷൻസ് ഉണ്ടാക്കുക ചെയ്യുക. ചെറിയ ഇങ്ങനെ പകഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം റോൾ ചെയ്യുക. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാക്ക് ഇടുമല്ലോ, പാക്ക് ഇട്ട് നമ്മുടെ സ്കാൾപ്പ് നല്ല നീറ്റ് ആവും കേട്ടോ. ഇപ്പോൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ റോസ്മേരി ഓയിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കും. പിന്നെ നമ്മുടെ ഈ ഷാംപൂസ് ഡാൻഡ്രഫ് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കാൾപ്പിൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, അതായത് ഈ എന്താ പറയുക ഡാൻഡ്രഫിൻ്റെ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് നല്ല നീറ്റാക്കിയ ശേഷം ഡെർമാ റോളർ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് ഒരു 2-3 ഡേയ്സിലേക്ക് സ്കാൾപ്പിലോട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ചെറിയ മുറിവുകൾ നമ്മുടെ സ്കാൾപ്പിൽ അത് ഉണ്ടാക്കും. അപ്പോൾ അതിലോട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലുകളോ മറ്റ് പാക്കോ കാര്യങ്ങളോ കൊടുത്താൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ മുറിവിലോട്ടൊന്നും വരാണ്ട് അത് ഹീലാവണ വരെ നമ്മൾ ടൈം കൊടുക്കണം കേട്ടോ. കുഞ്ഞു മുറിവുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഹെയർ റൂട്ട്സ് കൂടുതൽ ബെറ്ററായിട്ട് വളരും. കൂടുതൽ ഹെയർ വളരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് പിറ്റേ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കാൾപ്പിൽ വേറെ പാക്കുകളോ ഷാംപൂസോ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ആ കുഞ്ഞു മുറിവുകൾ നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാവും. അപ്പോൾ അത് ഉണങ്ങാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കുറേ സംഭവങ്ങളൊക്കെ കഴിക്കണം. ഹെയർ ഗ്രോത്ത് ബെറ്റർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ആമസോൺ സ്റ്റോറിലെ ലിങ്കാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ നല്ല സെയിലും ഓഫറുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിന് എല്ലാം വാങ്ങിക്കാൻ പറ്റും. ബ്യൂട്ടി പ്രോഡക്ട്സിനും ഫാഷൻ പ്രോഡക്ട്സിനും ഒക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിനും ഹെയർ കെയർ പ്രോഡക്ട്സിനും ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിൽ ഡേയ്സിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.